സെപ്റ്റംബർ 8 പരിശുദ്ധ അമ്മയുടെ ജന്മത്തിരുന്നാളാണ്. ഞാൻ ഏറെ സ്നേഹിക്കുന്ന എൻ്റെ സ്വർഗീയ അമ്മ. എനിക്ക് ജന്മം നൽകി എൻ്റെ അമ്മ ഈ ഭൂമിയിൽ നിന്ന് പോയി. എനിക്ക് അമ്മ എന്ന് വിളിക്കാൻ എൻ്റെ ഈ സ്വർഗീയ അമ്മയാണുള്ളത് കേട്ടോ. ഇന്ന് ഓണമൊക്കെ കഴിഞ്ഞ് സ്കൂൾ തുറന്ന ഫസ്റ്റ് ഡേ ആണ്. എങ്കിലും അമ്മയുടെ 2 കാര്യങ്ങൾ പറഞ്ഞിട്ട് പോയില്ലെങ്കിലും ഒരു സമാധാനവും ഇല്ല. അതുകൊണ്ട് അമ്മയോടും ഈശോയോടും ഇന്നത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ പണികളിലേക്കൊക്കെ പോയി കേട്ടോ. പരിശുദ്ധ അമ്മ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്, ചെറുതും വലുതുമായിട്ടുള്ളത്. എൻ്റെ മാതാപിതാക്കൾ പകർന്നു തന്ന ഒത്തിരിയേറെ പാഠങ്ങളും ഒത്തിരിയേറെ അറിവുകളും ഒക്കെ പരിശുദ്ധ അമ്മ വഴിയുള്ള അറിവുകൾ എനിക്ക് പകർന്നു തന്നിട്ടുണ്ട്. ഞാനും അതെൻ്റെ മക്കൾക്ക് പകർന്നു കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ അമ്മ ഈ ലോകത്തിൽ നിന്നും മരണപ്പെട്ടു പോയി. എങ്കിലും അമ്മ ചെറുപ്പം തൊട്ടേ ഞാൻ കാണുന്നത് എന്നും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു അമ്മേനെയാണ് ഞാൻ മുൻപിൽ കണ്ടിട്ടുള്ളത്. എന്നും 3 മണി 4 മണി സമയമൊക്കെ ആകുമ്പോൾ അമ്മ ഒരുപാട് കൊന്തകൾ ചൊല്ലി മക്കൾക്കും മറ്റുള്ളവർക്കും വേണ്ടിയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയായിരുന്നു എൻ്റേത്. എൻ്റെ ചാച്ചനും ഇപ്പോഴും അധികം പ്രാർത്ഥിക്കുന്നൊരു വ്യക്തി തന്നെയാണ്. പരിശുദ്ധ അമ്മയെക്കുറിച്ച്, ചാച്ചനെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്, എന്താവശ്യങ്ങളിലും ചാച്ചനോട് പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധ അമ്മേനെ വിളിച്ച് ചാച്ചൻ പ്രാർത്ഥിക്കാറുണ്ട്. നമ്മൾ എന്ത് കാര്യം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാലും ചാച്ചൻ പറയും പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കണം എന്നുള്ളത് കേട്ടോ. പരിശുദ്ധ അമ്മ ചെയ്തു തന്ന ഒത്തിരി കാര്യങ്ങൾ എൻ്റെ കുഞ്ഞുനാൾ തൊട്ട് ഞാൻ എൻ്റെ വീട്ടിൽ കണ്ടിട്ടുണ്ട്. ഞാനിപ്പം എൻ്റെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, എൻ്റെ വീട്ടിൽ എന്തെങ്കിലും വസ്തുക്കളൊക്കെ കാണാതെയോ എന്തെങ്കിലുമൊക്കെ ഇതായിട്ട് പോയിട്ടുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മേനെ വിളിച്ച് ഒറ്റ നന്മ നിറഞ്ഞ മറിയമേ ചെല്ലുമ്പോൾ തന്നെ ആ വസ്തു എൻ്റെ കൺമുൻപിൽ വന്ന് പെടുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ എൻ്റെ അമ്മ എനിക്ക് തന്ന വലിയൊരു അനുഗ്രഹത്തിന് അമ്മയ്ക്ക് നന്ദി പറയുന്നു. ഞാൻ അങ്ങനെ ചെയ്യുന്നത് മൂലം എൻ്റെ മക്കളും ഇപ്പോൾ എന്തെങ്കിലും ഒരു വസ്തു കാണാതെ പോയി പെട്ടെന്ന് നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോകുമ്പോൾ ഒരു ചാവി അല്ല അവരുടെ ബുക്ക്, പെൻസിൽ, പേന ഒക്കെ കാണാതെ വേഗം കൺമുന്നിൽ മറഞ്ഞിരിക്കുന്ന സമയത്ത് അതൊക്കെ ചെല്ലുമ്പോൾ അതൊക്കെ കിട്ടാറുണ്ട് കേട്ടോ. അങ്ങനെ പരിശുദ്ധ അമ്മ ചെയ്യുന്നതിനൊക്കെ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി. ഞാൻ പറഞ്ഞല്ലോ, സ്കൂളൊക്കെ തുറന്ന ദിവസമായിരുന്നു. രാവിലെ ടിഫിനൊക്കെ ഉണ്ടാക്കി എല്ലാം പിള്ളേർക്ക് ഭക്ഷണമൊക്കെ കൊടുത്തു. പിള്ളേരെ പറഞ്ഞു വിടാനുള്ള തിരക്കും കാര്യങ്ങളൊക്കെയാണ്. അവരുടെ ടിഫിനും വെള്ളവും ഒക്കെ നിറച്ചു. മക്കളൊക്കെ ഒരുങ്ങിക്കഴിഞ്ഞു. ഇനി മക്കളെയും കൂട്ടി പരിശുദ്ധ അമ്മയുടെ മുൻപിൽ ചെന്ന് നിന്ന് ഇന്നത്തെ കാര്യങ്ങളൊക്കെ പരിശുദ്ധ അമ്മയോട് പറയണം. എല്ലാ ആപത്തനർത്ഥത്തിൽ നിന്നും, ഇന്ന് ഈ യുഗത്തിൻ്റെ ആപത്തനർത്ഥത്തിൽ നിന്നും എൻ്റെ മക്കളെ രക്ഷിക്കുവാനായിട്ട് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും വലിയൊരു പങ്കുണ്ട്. അവരോട് അപേക്ഷിച്ച ശേഷം അവരെ ഇന്ന് സ്കൂളിലേക്ക് പറഞ്ഞു വിടാറാണ് പതിവ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ബായ്.